ആണ് യഥാർത്ഥ പ്രശ്നം ചോദിക്കുമ്പോൾ ഗാന്ധിജിയുടെ സ്മൃതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോസരമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയേക്കാം. കാരണം മഹാത്മാഗാന്ധി എക്കാലത്തും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. അദ്ദേഹം മതരാഷ്ട്രത്തെ എതിർത്ത ആളാണ്. എൻ്റെ മതത്തിൽ എൻ്റെ രാഷ്ട്രത്തിൽ മതമോ ഇടപെടാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയിലെ 169 ദിവസങ്ങൾ എന്ന് പറയുന്നത് തന്നെ രാമചന്ദ്ര ഗുഹയൊക്കെ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഡൽഹിയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകാതിരുന്നത് ഗാന്ധിജി അക്കാലത്ത് അവിടെ താമസിച്ചത് കൊണ്ടാണ് എന്ന് ഡൽഹി പോലീസിന്റെ റെക്കോർഡുകൾ അനുസരിച്ച് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. അപ്പോൾ ഗാന്ധിജി പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങളോടുള്ള പ്രശ്നം ഗാന്ധി നാമധാരികൾക്കെതിരെ വരുന്നതാണോ? അഭിലാഷ്, ഗാന്ധിയുടെ സ്മൃതി നിലനിർത്താൻ വേണ്ടി ഏറ്റവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലേ? എങ്ങനെ? കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഗാന്ധിജിയുടെ പേരിൽ എത്ര പ്രോജക്റ്റുകൾ ഇന്ത്യയെ കൊണ്ടുവന്ന് സോണിയാഗാന്ധി, ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിയുടെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റ്, ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, തിരിച്ച് മഹാത്മാഗാന്ധിയെ വളരെ വിമർശനവും സമ്മർദ്ദവും വന്നതിന് ശേഷം എന്നെ ഒന്ന് പറയാനും സമ്മതിക്കൂ, നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായതിനു ശേഷം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററുകളൊന്നായിട്ടുള്ളത് മഹാത്മാ മന്ദിർ അഹമ്മദാബാദിൽ കൊണ്ടുവന്നുകൊണ്ടാണ് ഞങ്ങൾ അതിൻ്റെ മുന്നേറ്റത്തിൽ ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇനി ഞാൻ വേറെ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നല്ലോ ഗാന്ധിയുടെ ഓപ്ഷൻ AICC പ്രസിഡന്റായിട്ട്? സപ്പോർട്ട് ചെയ്തത് കൂടുതൽ PCCകൾ യഥാർത്ഥത്തിൽ പട്ടേലിനെയാണ് സപ്പോർട്ട് എന്തുകൊണ്ടാ ഗാന്ധിജിക്ക് നെഹ്റുവിലുള്ള കോൺഫിഡൻസ് ഉണ്ടല്ല. ഞാൻ അക്കാര്യങ്ങൾ ഞാനിപ്പോ ഈ ചർച്ചയിൽ പറയുന്നില്ല, കാര്യം അത് ഡിബേറ്റ് ആക്കാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. അതാണ് വിഷയങ്ങൾ. അല്ല, ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ PC സപ്പോർട്ട് ചെയ്തത് പട്ടേലിനെ. എന്തുകൊണ്ട് ഗാന്ധിജി മറിച്ച് തീരുമാനമെടുക്കേണ്ടി വന്നുള്ളൂ? താങ്കളൊന്ന് ഗവേഷണം നടത്തി നോക്കിയോ? ഇനി ഇവിടെ ഞാൻ അതിലോട്ട് നോക്കിക്കൊണ്ടത് ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ മറുപടി കിട്ടാതെ വരും. ഇവിടെ പിന്നെ ഒന്ന് ശ്രീ രാജു, ഞാൻ ഇന്ത്യയിലെ ഞങ്ങളുടെ സംഘടനകളുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ഉദാഹരിക്കാൻ പോയത് പാകിസ്ഥാനിലേക്കാണ്. പാകിസ്ഥാനിലേതോ അതെ കോൺഗ്രസ്സിന് BJPയെ ചവിട്ടിത്താഴ്ത്തണം, ഞങ്ങളുടെ ഏതെങ്കിലും ഓർഗനൈസേഷനെ ചവിട്ടിത്താഴ്ത്തണം, നേരെ എക്സാമ്പിൾ എടുക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്. ഇതാവസ്ഥ. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം ഇതാണ് അഭിലാഷേ. അതോടൊപ്പം തന്നെ ശിവഗിരിയിൽ നരേന്ദ്രമോദി, ശ്രീ സമ്പത്ത്, ഞാൻ ചോദിക്കട്ടെ, അങ്ങോട്ട് ശിവഗിരിയിൽ നരേന്ദ്രമോദി ഒരു OBC വിഭാഗത്തിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം വന്നിട്ട് പോയപ്പോൾ അവിടെ ഇനി ഒരാളും പോകരുത് എന്ന് പറഞ്ഞിട്ട് ചാണകം തളിക്കാനായിട്ട് ഉത്തരവിട്ടത്, ആ ഒരു അധിക്ഷേപം ചൊരിഞ്ഞത് നിങ്ങളുടെ നേതാക്കന്മാരല്ലേ? അന്ന് ആരായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്? ഞാനിപ്പോൾ അദ്ദേഹം പൊതുപ്രവർത്തനം സജീവമല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആരായിരുന്നു? നരേന്ദ്രമോദി തൃശ്ശൂർ വന്നിട്ട് പോയപ്പോഴേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ അവിടെ ചാണകം തളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്തൊരു അധിക്ഷേപമായിരുന്നു നിങ്ങൾ ചൊരിഞ്ഞത്? ഞങ്ങൾ അതൊന്നും തുഷാർ ഗാന്ധി ഇവിടെ കാണിച്ചില്ലല്ലോ. ഇപ്പോൾ തന്നെ അഭിലാഷ് കഴിഞ്ഞ ഇടവേളയ്ക്ക് ശേഷം തുടങ്ങിയപ്പോൾ പറഞ്ഞ് കേസെടുത്തു. നെയ്യാറ്റിൻകരയിൽ പ്രകടനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കേസെടുത്തു. യെസ്, തുഷാർ ഗാന്ധി ഒരു പൊതുവേദിയിൽ CPM, കോൺഗ്രസ്, BJP പ്രവർത്തകരൊക്കെ പങ്കെടുക്കുന്ന ഒരു പൊതുവേദിയിൽ, പൊളിറ്റിക്കൽ വേദി അല്ലാത്തൊരു സ്ഥലത്ത് വന്ന് പറയാൻ പാടില്ലാത്ത കാര്യം, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ അതിലൊരു പ്രതിഷേധം ജനാധിപത്യപരമായി അതും ജനാധിപത്യപരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ആ പ്രകടനത്തിനെതിരെ കേസെടുത്തു. ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ കേസിൽ ഞങ്ങൾക്കെതിരെ തെറ്റായി കേസെടുത്തു? നോ. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അതിൽ അറസ്റ്റിലായ മഹേഷുമായിട്ട് സംസാരിച്ചാണ് കയറിയത്. ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. എനിക്ക് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ? ഇനി ബെയിലബിൾ ആണ്. യെസ്, ഇനി നോൺ ബെയിലബിൾ ആണെന്നിരിക്കട്ടെ. നോൺ ബെയിലബിൾ ഓഫൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയിൽ ഞങ്ങളെ മിടുമിടുക്കന്മാരായ വക്കീലന്മാർ നെയ്യാറ്റിക്കര, എൻ്റെ 8-10 കേസ് നെയ്യാറ്റിക്കര കിടപ്പുണ്ട്. നല്ല പാർട്ടി പ്രവർത്തകരായിട്ടുള്ള വക്കീലന്മാരുണ്ട്. അവർ ബെയിൽ ആർഗ്യം ബെയിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവർ ജയിലിൽ പോകും. ഞങ്ങൾ സെഷൻസിൽ നിന്നോ ഹൈക്കോടതിയിൽ നിന്ന് എടുക്കും. ഞങ്ങൾ റെഡിയാണെന്ന് ഫേസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ തന്നെ തുഷാർ ഗാന്ധി നടത്തിയ പ്രസംഗം ജനാധിപത്യപരമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തിയ പ്രതിഷേധവും ജനാധിപത്യപരമാണ്. ഞങ്ങൾക്കെതിരെ കേസെടുത്ത് ഞങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നേ. പക്ഷേ അങ്ങ് പറയുന്നത് അവിടെ മഹേഷ് ഉൾപ്പെടെ കൗൺസിലറായിട്ടുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത മഹേഷ് ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന വേദിയിൽ, മഹേഷെ നീ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഈ രാജ്യത്തെ ക്യാൻസർ പടർത്തണം എന്ന് പറയുമ്പോഴേക്കും അതേ ഞാനത് സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിശബ്ദമായിട്ട് പുറത്തിറങ്ങി പോകണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വേദിയിൽ വിയോജിപ്പിച്ചവർക്ക് അഭിലാഷത്തിന് സമാനമായിട്ട് ഇവിടെ ഇരിക്കുമോ? വേദിയിൽ തന്നെ തുഷാർ ഗാന്ധി പ്രസംഗിക്കാൻ അവസരം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ ഇപ്പൊ പറയുന്ന എല്ലാ ആളുകളും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ,
നമുക്ക് എല്ലാവരും എങ്ങനെ പ്രതികരിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലെ ഫാസിസം. മൈക്കിലല്ലേ അദ്ദേഹത്തിന് അഭിപ്രായം പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ മഹേഷിന് അദ്ദേഹത്തിന്റെ ടേൺ കിട്ടുമ്പോൾ മഹേഷ് വളരെ മാന്യമായിട്ട് ആ വേദിയിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ ഒരലോസരം ഉണ്ടാക്കിയില്ല. റോഡിൽ വണ്ടി തടഞ്ഞത് ബിജെപിയുടെ വാർഡാണെന്ന് പറയുന്നതാണോ ജനാധിപത്യം? അല്ല, റോഡിൽ നിന്നു അവര് പ്രതിഷേധ പ്രകടനം നടത്തി. വണ്ടി എടുത്തോണ്ട് പോയല്ലോ. വണ്ടി തടഞ്ഞെങ്കിൽ പോകില്ലായിരുന്നല്ലോ. വണ്ടി തടയാത്തോണ്ടല്ലേ അദ്ദേഹം അവിടെ നിന്ന് പോയത്. വണ്ടി ഞാൻ ചോദിക്കട്ടെ, ഒരു ഇന്നോവ അവിടെ നിൽക്കുന്നു, അതിന്റെ ഇത്ര മീറ്റർ ദൂരത്തിൽ ആർക്ക് നിൽക്കാൻ പാടില്ലേ? അവിടെ നിന്ന് അദ്ദേഹം മുദ്രാക്കി പിടിച്ചു. വണ്ടി തടഞ്ഞേ പോകുമായിരുന്നു. പോവില്ല, പോലീസ് അറസ്റ്റ് ചെയ്തില്ലല്ലോ. അവരെ അറസ്റ്റ് ചെയ്യാതല്ലേ പോയത്. അപ്പോൾ വണ്ടി തടഞ്ഞിട്ടില്ല. അവിടെ നിന്ന് മുദ്രാക്കി പിടിച്ചു. ഇനി വണ്ടി തടഞ്ഞു എന്നിരിക്കട്ടെ, നിങ്ങളുടെ FIR വണ്ടി തടഞ്ഞുകൊണ്ട് എവിടെ കൂടെ ആക്കിയിട്ട് അവരെ ശിക്ഷിച്ചോ? അപ്പോൾ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ സമ്പത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞല്ലോ, ഈ വിഷയം ചർച്ച നടത്താൻ വേണ്ടി മാതൃഭൂമി എടുത്തതിൽ മാതൃഭൂമിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു. CPM-നെതിരെയാണ് ഇങ്ങനെയുള്ള വിഷയമെങ്കിൽ ചർച്ച എടുത്ത് നടത്താനുള്ള ധൈര്യം നിങ്ങൾക്ക് കാണൂല. അദ്ദേഹം പറഞ്ഞത് അല്ല, ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ വിഷയം ചർച്ച എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യം കാണിക്കാം. കാര്യം ചർച്ച ഞങ്ങൾക്കെതിരാണ്. ഞങ്ങൾ ചർച്ച നടത്തുന്നതിനെ ഞങ്ങൾ ആ ചർച്ച ആസ്വദിച്ച് ആ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ. അല്ല, ഞങ്ങൾ അഭിലാഷിന്റെ നേരെ ഇന്നോവ ഇടൂല. ഞാൻ എനിക്ക് ഒരു മൂന്നുപേരും കൂടെ എന്നെ ആക്രമിക്കാൻ ഇനി ഇവരൊക്കെ പറഞ്ഞത് ഗാന്ധിവധം RSS. ഞാൻ ചോദിച്ചോട്ടെ കവി, മുൻ MP-യോട് ഞാൻ ചോദിക്കട്ടെ, അതിൽ 10 പ്രതികളുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്രതി RSS-ഉമായിട്ടോ ഏതെങ്കിലും സംഘടനകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രതി ഉണ്ടെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് അപ്പോൾ മാപ്പി ചോദിക്കാം. ഇല്ല. മറ്റൊന്ന്, ശ്രീ രാജു പി നായരോട് ചോദിക്കട്ടെ, ചരിത്ര വസ്തുതകളുണ്ട്, അതിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പൊതിഞ്ഞു പിടിച്ചത് എന്ന് പറഞ്ഞത് കവി പറഞ്ഞപ്പോ ആസ്വദിച്ച്. താങ്കൾ ഒരു ഹിസ്റ്റോറിക്കലി തെറ്റായ ഒരു കാര്യം ഈ 10 പ്രതികളിൽ ബന്ധമുള്ള ഒരാളിനെ പറയാം. 10 പ്രതികളിൽ ഒരാളായ ഗോപാൽ ഗോഡ്സെ അയാളുടെ ആത്മകഥ പുസ്തകം ഗോപാൽ ഗോഡ്സെ എന്നിട്ട് പറയണം ഞങ്ങളൊക്കെ വളർന്നത് RSS-ലാണ്. ഒരാളാണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ജഡ്ജ്മെന്റിൽ ഇപ്പൊ പാർട്ടികളുടെ പേര് പറഞ്ഞിട്ടാണോ? ഗോപാൽ ഗോഡ്സെ ആ പ്രതി ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രാജുവിന് കോടതിയുടെ ജഡ്ജ്മെന്റാണ് സാർ റെലവന്റ്. ഇനി രാജുവിന് പറയട്ടെ, ശ്രീ രാജു പി നായർ, സമയമുണ്ടല്ലോ, അവർക്കൊക്കെ സമയമുണ്ടായിരുന്നോ? അല്ല, ബാക്കി 5 മിനിറ്റ് എനിക്ക്, അവർ 3 കൂടെ പറഞ്ഞല്ലേ. രാജു പി നായർ, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ചോദിച്ചു 1949 മുതൽ ഞങ്ങളുടെ സംഘടന ഒരു 10-40 വർഷം അധികാരം കിട്ടിയില്ല. അതെ, അധികാരം ഞങ്ങൾക്ക് പിടിച്ചെടുക്കുക എന്നുള്ള വാശിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ആശയം പ്രചരിപ്പിച്ച് മെല്ലെ മെല്ലെ കിട്ടിയാൽ മതി. ഇനി വേറൊന്നും കൂടെ പറയാം എന്തുകൊണ്ട് അധികാരം കിട്ടിയില്ല. അന്ന് വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരുന്നത് ദീനദയാൽ ഉപാധ്യായുടെയും ഡോക്ടർ ശ്യാമപ്രസാദിയുടെയും നേതൃത്വത്തിലായിരുന്നു. ഇവർ രണ്ടുപേരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു. കൊല്ലപ്പെട്ടത് അല്ലല്ല, അത് ചർച്ച ചെയ്യുമ്പോൾ പ്രശ്നമാണ്. അത് ഭരിച്ചിരുന്നത് അന്ന് കോൺഗ്രസ് ഒക്കെയാണ്. എന്തുകൊണ്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയില്ല? ദീൻദയാൽ ഉപാധ്യായയുടെ ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത്. എന്തുകൊണ്ട് അന്വേഷിച്ച് ദുരൂഹ സാഹചര്യത്തിൽ ഉപാധ്യായയുടെ മരണം അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഉപാധ്യായയുടെ മരണത്തെക്കുറിച്ച് ദീൻദയാൽ ഉപാധ്യായക്കൊപ്പം ജനസംഘം കെട്ടിപ്പടുത്ത ബൽരാജ് മധോക് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ബൽരാജ് മധോക്കറല്ലോ, കോൺഗ്രസിന്റെ ഭരണകൂടം എന്തുകൊണ്ട് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയില്ല? ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം, ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം എന്തുകൊണ്ട് കോൺഗ്രസ് അഭിലാഷേ, അങ്ങനെയാണ് റിപ്പോർട്ട്. എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് അതിൽ അന്വേഷിച്ചിട്ട് ആധികാരികമായിട്ട് റിപ്പോർട്ട് വന്നില്ല? ഞാൻ പറയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചിരുന്നപ്പോഴേക്കും നടത്തിയ ഫാസിസ്റ്റ് നടപടികളും അതുപോലുള്ള കാര്യങ്ങളും പോലെ ഇന്ന് വരെ ഈ നാട്ടിൽ നടന്നിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, രാജു പറഞ്ഞല്ലോ തിരിച്ചു വരികയാണ്, ജോഡോ യാത്രയിലൂടെ തിരിച്ചു വരികയാണ്. ഇടവേളയ്ക്ക് ശേഷം സമയം പോലെ